കർണാടകയിൽ അങ്കോളിയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി ഗംഗാവാലിപ്പുഴയിൽ നിന്ന് നടത്തിയ തിരച്ചിൽ ലോറിയുടെ ഭാഗങ്ങളും അക്കേഷ്യ മരക്കഷ്ണങ്ങളും കയറും കണ്ടെത്തി. മരക്കഷ്ണങ്ങളും കയറും അർജുന്റെ വാഹനത്തിലേതാണെന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. അതേസമയം ഇന്നലെ കണ്ടെത്തിയത് മനുഷ്യന്റെ അസ്ഥിഭാഗം അല്ല, പശുവിന്റെ എല്ലാണെന്ന് സ്ഥിരീകരിച്ചു. ശിരൂരിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ സാഹചര്യം നോക്കി മാത്രം തിരച്ചിൽ നടത്തുമെന്ന് കാർവാർ MLA അറിയിച്ചു. മുൻപ് നാവികസേന മാർക്ക് ചെയ്ത CP4 പോയിന്റ് കേന്ദ്രീകരിച്ചാണ് ഗംഗാവലിപ്പുഴയിൽ ഇന്നും തിരച്ചിൽ നടത്തിയത്. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലിൽ ലോറിയുടെ ടയർ ഉൾപ്പെടെയുള്ള വിവിധ ഭാഗങ്ങളും കയറും അക്വേഷ്യ മരക്കഷ്ണങ്ങളും കണ്ടെത്തി. മരക്കഷ്ണങ്ങളും കയറും അർജുന്റെ ലോറിയിലേതാണെന്ന് ലോറിയുടമ മനാഫ് സ്ഥിരീകരിച്ചു. അതേസമയം കണ്ടെത്തിയ ടയർ ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവ ടാങ്കർ ലോറിയുടേതാണെന്നാണ് പ്രാഥമിക നിഗമനം. കൂടാതെ ഇന്നലെ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് മനുഷ്യന്റെ അസ്ഥിഭാഗമല്ലെന്നും പശുവിന്റെ എല്ലാണെന്നും സ്ഥിരീകരിച്ചു. ബംഗളൂരുവിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ സാഹചര്യം നോക്കി തിരച്ചിൽ തുടരുമെന്നും തിരച്ചിൽ നിർത്തിവെക്കില്ലെന്നും കാർവാർ MLA സതീഷ് സെയിൽ അറിയിച്ചു. വരുന്ന 3 ദിവസങ്ങളിൽ ഉത്തര കന്നഡ മേഖലയിൽ റെഡ് അലേർട്ടാണ്. അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായുള്ള തിരച്ചിൽ 3ാം ഘട്ടത്തിൽ തുടരുമ്പോൾ മേജർ ജനറൽ ഇന്ദ്രപാൽ ശിരൂരിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അമൃത ന്യൂസ്, കോഴിക്കോട്.